ഞാൻ വലിയ മെഹന്തി ആർട്ടിസ്റ്റൊന്നും ആയിട്ടല്ല. ഞാനിട്ട മൈലാഞ്ചിന്റെ കാണുമ്പോൾ ഒന്നറിയാത്ത ഞാനാണല്ലോ ഇട്ടതെന്ന് ആലോചിക്കും എനിക്കൊരു അഹങ്കാരം. ആ അഹങ്കാരത്തിന്റെ എഫക്റ്റിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും അത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നതും ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ എളിമയാണെന്ന്. ഇതിന്റെ എളിമല്ല. ഞാനൊരു മൈലാഞ്ചിട്ട് നന്നായിട്ട് ഓ വാവെന്നൊക്കെ പറഞ്ഞാൽ ചെലവിൽ പറയും അത്രക്കൊന്നല്ലേ അതിനകത്ത് മനസ്സിലാവില്ലേ ബിൽഡപ്പെട്ടുള്ളത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ബാഡ് കമന്റ് ഇട്ടാൽ താങ്ങാനുള്ള ശേഷി എന്റെ മനസ്സിനില്ല. ഒരു ലോല ഹൃദയമാണ്. അതുകൊണ്ട് എന്നെ ഞാൻ തന്നെ എൻ്റെ ആദ്യ കുറ്റം പറഞ്ഞ ആർക്കും വിഷമമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ എന്നെ ട്രോളുന്നത്. ഒരു ആർട്ടിസ്റ്റിന്റെ രോദനങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. ഉള്ള കഴിവുകളൊന്നും നാലാളോട് പറയാൻ പോലും വയ്യ. ഇതുകൊണ്ടാണ് ഞാനൊന്ന് സെലിബ്രേറ്റ് ആവാത്തത്. എങ്ങനെ ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ ജീവിക്കുക? മൈലാഞ്ചിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഇവിടെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മൈലാഞ്ചി ഇടാന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ് ആണ് പെൺകുട്ടിക്ക്. പക്ഷെ എനിക്ക് തോന്നണേ ഈ മൈലാഞ്ചി ഇടാച്ച ജന്മനാ കിട്ടുന്ന ഒരു വാസന ഒന്നും ആയിട്ടല്ല. ഇത് കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ എല്ലാവർക്കും ഇടാൻ പറ്റും. ആരും വിഷമിക്കണ്ട. ഇപ്പം ഞാൻ തന്നെ നോക്ക്, പ്രാക്ടീസ് ചെയ്താണ് എന്നെ വെല്ലാൻ ഇവിടെ. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ എന്നെ വെല്ലാൻ ആരുമില്ല മെഹന്തിയിലാണ്. അഹങ്കാരം പറയല്ലേ ഗൈസ്, ഒരു വാസ്തവം പറയാണ്. ബോളിവുഡ് നടികൾ പോലും എന്നോട് ഒന്ന് മൈലാഞ്ചി തരുമോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനെല്ലാം നിരസിക്കാറാണ് പതിവ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇഷ്ടമല്ല. എനിക്ക് കൊച്ചു കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മൂലക്കുള്ളൊരു വീട്ടിൽ നാല് മൈലാഞ്ചിന്റെ വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റയിലും അത് യൂട്യൂബിലൊക്കെ ഇട്ടാൽ തന്നെ ഞാൻ സന്തോഷവതിയാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും ഓരോട് ഒന്നും ഇട്ട് വരില്ല, ഞാൻ വരില്ല എന്നൊക്കെ പറയണത്. ഒരിങ്ങനെ നിർബന്ധിക്കും, പക്ഷേ എനിക്ക് ടൈമില്ലല്ലോ. നമ്മൾ ഈ തിരക്കുള്ള ആൾക്കാർ ലൈഫ് വല്ലതും ഉൾക്കറിയൂ. നമ്മൾ ഫുൾ ബിസിയല്ല ഗൈസ്. അതൊക്കെ പോട്ടെ. ഈ മെഹന്തി എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമന്റിൽ പറയണം കേട്ടോ. എന്നെ ലൈക്ക് ചെയ്യണം ദയവ് ചെയ്തിട്ട്. എത്രയെന്ന് വെച്ചിട്ടാ ഞാനിങ്ങനെ പറയാ. മാസം പൈസ കൊടുത്ത് നെറ്റ് കയറ്റുന്നില്ലേ? ഇതിങ്ങനെ വെറുതെ കളയണോ? ഉപയോഗപ്പെടുത്തിക്കൂടെ? നിങ്ങൾ ആരും ഇപ്പം എന്നോട് അടുത്ത വീഡിയോ ഇടുമെന്നൊന്നും ചോദിക്കുന്നില്ല. ഞാനൊരു മെഹന്തി ആർട്ടിസ്റ്റാണ്. പക്ഷെ ഗുണ്ട എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഉള്ളിൽ ഒരു ലൈക്കും കമന്റൊക്കെ കുതിക്കുന്ന ഒരു ഹൃദയമുണ്ട് ഗൈസ്. നിങ്ങൾ മനസ്സിലാക്കണം. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ശരി എന്നാൽ.